ഗൈസ് ഞാനിവിടെ വന്നിട്ട് എല്ലാം പരതി നടക്കുകയാണ് ഗൈസ്. ഏതെടുക്കും അറിയില്ല. എവിടെ നോക്കിയാലും ഹായ് ഷർട്ട് പിള്ളേരുടെയാണ്. പക്ഷേ ഗൈസ് എന്ത് ഭംഗി കാണാൻ. ഇത് നോക്കിയേ ഇവിടെ നോക്കിയേ. ഹായ് സെറ്റപ്പ്. വലിയ ജാക്കറ്റ് ടെൻഡേ. ഞാൻ നോക്കി നടന്ന സാധനം കിട്ടി ഗൈസ്. യെസ്, ഇതിന് എത്ര നോക്കട്ടെ ആദ്യം. 46 റിയാലാണ് കേട്ടോ ഗൈസ്. നല്ല ഭംഗി കാണാൻ. പക്ഷേ നമ്മൾ എങ്ങനെ ഇടില്ല. സ്ട്രാപ്പില്ലാത്ത സൈസ് ഡ്രസ്സില്ലേ, 13 റിയാലുള്ളൂ. നൈസ്. എന്താണ്ടൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ്. എന്ന് ബാർബി ഡോളിനെ റെഡിയാക്കണതോ മേക്കപ്പ് സാധനങ്ങൾ. ബാഗ് പൗച്ച് വരെ ഉണ്ട്. ഇത് വേണമെങ്കിൽ വാങ്ങാം. കൂടുതലും വെറൈറ്റി ഷൂസ്. എൻ്റെ പൊന്നെ കൊള്ളാട്ടോ. ഇതിനൊക്കെ 23 റിയാൽ കേട്ടോ. അങ്ങനെ കാശിൻ്റെ എന്തോന്ന് കളിപ്പാട്ടം, കാശിൻ്റെ ഉടുപ്പ്, കാശിൻ്റെ സോക്സ്, കാശിൻ്റെ ബൂട്ട്, കാശിൻ്റെ ചെരുപ്പ്. അതെനിക്ക് സോക്സ്. അതെനിക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ച് വിത്ത് ആഡ്സ്. അപ്പോൾ നമ്മളിന്ന് പർച്ചേസിങ്ങിന് പോകാൻ കേട്ടോ. നമ്മൾ വിൻ്റർ ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടോ, ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മുകളിൽ വേറെ ഡ്രസ്സ് ഇട്ട് എന്നാ ജാക്കറ്റ്. കാശിക്ക് കഴിഞ്ഞെല്ലാം മേടിച്ച വിൻ്റർ ഡ്രസ്സാണിത്. എന്നാ ഏട്ടാ ഇതിട്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് അത്ര നല്ലതല്ല പിടി. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. മറ്റേ ഒന്നും മാച്ചില്ലാത്ത ഔട്ട്ഫിറ്റാണ്. ഇന്ന് പോയിട്ട് ഞാൻ എല്ലാം മാച്ച് എടുക്കും ഗൈസ്. ദിസ് ഇസ് മൈ ബൂട്ട്. സോക്സൊക്കെ ഉള്ളിൽ ഞാൻ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ വേറെ ഉടുപ്പുണ്ട് ഗൈസ്, പക്ഷെ തണുപ്പായണ്ട് ഇതിട്ടുണ്ടേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചലിക്കാം. ഇതെല്ലാം പാടോ ഗൈസ്. ഏട്ടൻ നല്ലയാ പറഞ്ഞു. വലിയ രസമൊന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ ഡ്രസ്സില്ല, വേറെ കോട്ടൊന്നും ഇല്ല എൻ്റെ അടുത്ത് മാച്ചായിട്ട് ഇടാനായിട്ട്. ഇത് വലിയ മാച്ചൊന്നും അല്ല. സോ ബാഗ് എടുത്തിട്ട് പോകാം. ബാഗ് ഇതൊക്കെ ഗൈസ്. ഈ ബാഗ് സെറ്റ്. ഈ ബാഗൊക്കെ വീടൊരു ക്രിസ്മസ് വീട് പോലെ ആയില്ലേ. ലൈറ്റൊക്കെ തൂക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങുകയാണ് ഗൈസ്. ഞങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറേ ആക്രി കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും. എന്തെന്നാ ബോർഡോ, കൊച്ചുങ്ങൾ പഠിക്കുന്ന ചോക്ക് ബോർഡോ പുസ്തകമോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഗൈസ്. കപ്പ് ഗ്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോവാം ഗൈസ്. ഞങ്ങളങ്ങനെ പോയേക്കാണ്. തൊട്ടടുത്ത് 20 റിയാൽ ഷോപ്പ്, പിന്നെ 10 സിറ്റി, അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിനകത്തേക്കായിരിക്കും പോകുന്നത്. എനിക്ക് ആദ്യം കാണുന്ന ഏത് വിൻ്റർ ഡ്രസ്സുള്ള കളക്ഷനുള്ള സ്ഥലമാണോ അവിടെയാണ് നിർത്താൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് പ്രൈസസ് സീഡ് നമ്മുടെ അടുത്ത് നിന്ന് കുറച്ചടുത്തിട്ടുള്ളൊരു ഷോപ്പാണിത്. 5 റിയാൽ ഷോപ്പ് എന്നൊക്കെ പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വീട്ടിലേക്കുള്ളത് മേടിച്ചിട്ടുണ്ടായത്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ കടയിൽ. ഇതൊക്കെ നമ്മുടെ കുറച്ചടുത്തായിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റത്തില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം ഗൈസ്. വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ വണ്ടി ഓടിച്ച് പഠിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 10 സിറ്റിയിൽ എത്തി കേട്ടോ. ഇവിടെ പുറത്ത് നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചെന്നപ്പോൾ തന്നെ നല്ല ഒരു ജാക്കറ്റ് തന്നെ കേട്ടോ. അതിന് 13 റിയാൽ എന്താ ഉണ്ടായുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ കുറേ കളക്ഷനൊക്കെ കണ്ടു, പക്ഷേ വലിയ ആളുകളുടെ ഡ്രസ്സിന് അത്ര വലിയ കളക്ഷൻ ഇല്ല കേട്ടോ. വിൻ്റർ കളക്ഷൻസ് കുറവാണ്, പക്ഷേ ഞാൻ കാണിച്ചു തരാം. കാണാൻ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിട്ടേക്കണതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 23 റിയാൽ, 13 റിയാൽ, 45 ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളൂ. അതിന് കൂടുതൽ റേറ്റുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന ഡ്രസ്സുകളാണ് ഇവിടെ കൂടുതലുള്ള കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് ആമ്പിളൻ്റെ ഡ്രസ്സിനൊക്കെ വളരെ കളക്ഷൻസ് കുറവായിരിക്കുമല്ലേ. ഇവിടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ ഡ്രസ്സിന് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കടയിൽ മാത്രമുള്ള സൗദിയിലുള്ള മിക്ക കടകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കളറാണെങ്കിലും ഓരോരോ ഡിസൈനാണെങ്കിലും എല്ലാവരും വേറെ വേറെ കളക്ഷനാണ്. ഇതിന് തൊട്ട് മുകളിൽ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. അതായത് ഷൂസ് ഒക്കെ ഉള്ള സ്ഥലം. എൻ്റെ പൊന്നു മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളി ഗൈസ്. മുകളിൽ ഇഷ്ടംപടി ഷൂസ് കേട്ടോ. ഒരുപോലത്തെ ഒരു ഷൂ എങ്കിലും കാണണ്ടേ ഗൈസ്. ഒരുപോലത്തെ ഒരു ഷൂ പോലുള്ള എല്ലാം ഡിഫറെൻറ്റ് ഡിസൈന്, കളറ് എല്ലാം നല്ല ഭംഗിയുള്ള. കുട്ടികളുടെ ആണ്ടോ കൂടുതലുള്ളത് മുകളിൽ. പിന്നെ പിള്ളേരുടെ വലിയ ആളുകളുടെ ഉണ്ട്. അങ്ങോട്ടേക്ക് അധികം കാണുന്നില്ല. കാശ് കൊണ്ട് ഒരു ബൂട്ടും ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മളവിടെ പോയിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട് ഏതെടുക്കും എന്ന് അറിയാണ്ട് എൻ്റെ കണ്ണ് അങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കേണ്ട. ശരി ഭഗവാനെ, ഞാൻ ഏതെടുക്കും എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കുകയാണ്. ഓരോ ഡ്രസ്സ് കാണുമ്പോൾ അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വിൻ്റർ ഡ്രസ്സ് വാങ്ങാൻ വന്നതുകൊണ്ട് വിൻ്റർ ഡ്രസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ജീൻസും കൂടി നൈസ് ആയിരിക്കും, പക്ഷേ അത് കുട്ടികളുടെ ഉണ്ടോ, വലിയ ആളുകളുടെ അല്ലാതെ. പിന്നെ നമ്മൾ വിൻ്റർ ഡ്രസ്സ് അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു മഞ്ഞ കളറിലാണ് കണ്ടിട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടോ. ഈ യെല്ലോയും ഒരു ബ്ലാക്കും കൂടി ചേർത്തിട്ട് പെയറിന് 23 ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇവിടെ 23 റിയാൽ ഇട്ടിട്ട് വേറെ സ്ഥലത്ത് 13 റിയാൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ യെല്ലോ കളർ എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഒരെണ്ണം ഉള്ളതുകൊണ്ട് യെല്ലോ തന്നെ വീണ്ടും എടുത്തില്ല. പക്ഷേ ഞാനത് ഒരെണ്ണം മേടിച്ചിട്ട് വന്നിട്ടോ, ബ്ലാക്കും യെല്ലോയും മേടിച്ചിട്ട് വന്നു. ഞാനത് ഓർത്തില്ല എൻ്റെ കയ്യിലുള്ള കാര്യം. അതുപോലത്തെ വേറെ കളർ ഏതെങ്കിലും എടുക്കായിരുന്നു. പിന്നെ ഈ കാണുന്ന ഇതുപോലത്തെ ബ്ലാക്ക് കളറിലേക്ക് ഉണ്ട്. അപ്പോൾ ചിലയിടത്ത് ഡിസ്പ്ലേയിൽ കൊടുത്തതിന് റേറ്റ് ആയിരിക്കില്ല, ഇതിനകത്ത് കൊടുത്തതിന് റേറ്റ്. ഇവിടെ അറബ്സല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മലയാളം പറഞ്ഞവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടും ഇംഗ്ലീഷ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടും നമ്മളത് റിസ്കിലെടുത്തില്ല. ഇനി അവിടെ ചിലപ്പോൾ ബില്ലടിക്കാൻ വരുമ്പോൾ പിന്നെ മാറ്റാന്ന് പറയുമ്പോൾ ചടങ്ങല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കി നടന്ന സാധനം എൻ്റെ കൈ കിട്ടിയ ഗൈസ് ഈ വലിയ ജാക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഏതോ മോളിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതിന് 100 എബോവ് മുകളിൽ റേറ്റ് കണ്ടിട്ടുണ്ടോ, 200 അടുത്ത റേറ്റൊക്കെയാണ് കണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഇതിന് 46 റിയാലുള്ളൂ. എൻ്റെ മണ്ടത്തരത്തിന് ഞാനത് ഇന്ന് അവിടെ നിന്ന് എടുത്തില്ല. കാരണം ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആ ഷോപ്പിൽ പോയിട്ടുണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ റേറ്റ് കുറവായിരുന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇത്രയും ഡിസൈൻസ് ഉള്ളൂ കേട്ടോ ഈ ജാക്കറ്റിൻ്റെ, ഇത്രയും ലെങ്ത്ത് വരുന്നുള്ളൂ. പക്ഷേ എനിക്കിത് ഇഷ്ടമായിരുന്നു ഗൈസ്. ആ ഒരു വൈറ്റ് വന്ന വേറെ ഒരെണ്ണമുണ്ട്, ഞാനിത് എടുത്ത് കാണിച്ചത്. ഇപ്പോൾ ഞാൻ കയ്യിലെടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. 46 റിയാലേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ നേരത്തേക്ക് അത് എടുത്തില്ല, വേറെ ഷോപ്പിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടു. പിന്നെ ഇവിടെ വിൻ്റർ കളക്ഷൻ അല്ലാത്ത ഒത്തിരി കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. 25 റിയാലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കളക്ഷൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാലും കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ വിൻ്റർ ഡ്രസ്സ് തപ്പി നടക്കുമ്പോൾ ഓരോരോ ഡ്രസ്സ് എൻ്റെ കണ്ണിൽ കൊടുക്കുമ്പോൾ അയ്യോ ഇത് എടുത്താലും ഇത് തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോൾ തണുപ്പല്ലേ, തണുപ്പത്ത് ഈ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തായാലും ജാക്കറ്റ് ഇടും. പിന്നെ വെറുതെ ഈ ഡ്രസ്സ് ഇപ്പോൾ വാങ്ങണ്ടല്ലോ, 25 റിയാൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് നല്ല ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അവിടെ 25 റിയാൽ ഷോപ്പിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ട് എപ്പോഴും 25 റിയാൽ ഷോപ്പിലേ പോകത്തുള്ളൂയിരുന്നു. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിരിക്കും. എനിക്ക് ഞാൻ അപ്പം മേടിച്ചത് ഇപ്പോഴും നല്ല ഭംഗിയിൽ പുതുപുത്തം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സാണ് 25 റിയാൽ ഷോപ്പിലുള്ള ഡ്രസ്സൊക്കെ. ഇവിടെ 23 റിയാലൊക്കെയാണ് കൊടുത്തത്. വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ മാറി എടുത്തിട്ട് ഇട്ട് നോക്കാനിട്ടിട്ട് ഇവിടെ ട്രയൽ റൂം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കൂട്ടോ. എന്നിട്ട് എനിക്കിത് ആർക്കാ ചേരുക, അനുമോക്ക് ചേരുമായിരിക്കും, മിന്നുവിന് ചേരുമായിരിക്കും എന്നൊക്കെ ആലോചിക്കൂട്ടോ മനസ്സിലെ. അവരൊക്കെ എൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ, അവർ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ ഉടുപ്പ് എടുക്കുമ്പോൾ ഇത് അനുമോക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ രുദ്രക്ക് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓർക്കൂട്ടോ. അപ്പോൾ പിന്നെ അവിടെ കുറേ ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഇതുപോലെ നീളത്തിലുള്ള ഷർട്ട് പോലത്തേക്ക് ഉണ്ട് കേട്ടോ. ഈ സ്യൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് 45 റിയാലോ അങ്ങനെ എന്താണ് കൊടുത്തത്. മാക്സിമം ഞാൻ റേറ്റ് കണ്ടത് 45 റിയാലൊക്കെയാണ് കേട്ടോ ഡ്രസ്സിന്. അതിൽ കൂടുതലുള്ള ഡ്രസ്സിൻ്റെ റേറ്റ് ഒന്നും ഞാൻ കണ്ടില്ല. സൗദിയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കടയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അധികം എക്സ്പെക്റ്റേഷനിൽ വരണ്ട. പിള്ളേരുടെ കോട്ട് ജാക്കറ്റുകളൊക്കെ ഉണ്ട്. വിൻ്റർ കളക്ഷൻസ് തീരെ കുറവാണ് കേട്ടോ. ഇനി വരാത്തതാണോ എന്ന് എനിക്കറിയില്ല. വിൻ്റർ കളക്ഷൻസ് തീരെ കുറവാണ്. അല്ലാണ്ട് 45 ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഈ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നെറ്റ് പോലത്തെയാണ്. ഇതിന് താഴെ നമുക്ക് ഏതെങ്കിലും ഒരു ഫുൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വാങ്ങി 23 റിയാൽ ഉണ്ടായുള്ളൂ. വിൻ്റർ കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇതുപോലത്തേക്ക് ഉണ്ട്. പക്ഷേ ഒത്തിരി കളക്ഷൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 30-35 ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇല്ല കേട്ടോ, താഴെയായിട്ട് ആണെങ്കിലും അധികം ഇല്ല. പക്ഷേ നമ്മൾ 25 റിയാൽ ഷോപ്പിൽ പോയാൽ ഇഷ്ടംപോലെ കളക്ഷൻസ് കാണാം. അപ്പോൾ ഇതിനൊക്കെ 23 റിയാലുള്ളൂ കേട്ടോ. 23 റിയാലിൻ്റെയാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടേക്കുന്നത്. കാണാനും നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ചത് ആ യെല്ലോ കളറും ആ ബ്ലാക്ക് കളറും മാത്രമാണ് ഞാൻ വിൻ്റർ കളക്ഷനായിട്ട് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എങ്കിൽ ഏട്ടൻ എനിക്ക് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് തന്നു, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഏട്ടൻ നല്ലയാ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്താണ്ട്. അതൊരു ഫുൾ അഭയ പോലെ ഇരിക്കുന്ന ഡ്രസ്സാണ്. ഇങ്ങനെ കഴുത്തൊക്കെ കയറിയിട്ട് അതിന് തലയിൽ കൂടി തൊപ്പിയൊക്കെ ഇടാം. ഇതുപോലത്തെ ഡ്രസ്സൊക്കെയാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ 13 റിയാലുള്ളൂ കേട്ടോ. ഇത് ഫുൾ ലെങ്ത്ത് ബോഡിക്കോൺ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സാണ്. അത് 13 റിയാലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എടുക്കണമെന്ന് എനിക്കുണ്ടായി. പക്ഷേ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തായാലും ഞാൻ ജാക്കറ്റ് ഇടണമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. പിന്നെ ലേഡീസിൻ്റെ തന്നെ ഇതുപോലത്തെ ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഈ ഗ്രീൻ ഡ്രസ്സിന് 13 റിയാലുള്ളൂ. ഈ ബ്ലാക്ക് ഡ്രസ്സിന് 13 റിയാലുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ ഉടുപ്പിനൊക്കെ നല്ല റേറ്റ് ആവേ. അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ സാധനമൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ എടുക്കാം. ഈ ഗ്രീൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ബ്ലാക്ക് ആണ് കേട്ടോ.
ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ വെഡിങ്ങിന് യൂസ് ചെയ്യാൻ കണ്ട 13 റിയാലുള്ളൂ കേട്ടോ. അതിനൊക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പാണ്. നാട്ടിൽ നമ്മുടെ ഈ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ. കാശിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് അപ്പുറത്തെ ഏതൊക്കെയോ ഡ്രസ്സ് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുറ്റി നടന്ന് കാണിച്ച് ചെറുക്കനാണ് എന്നെക്കൊണ്ട് ഒന്നും നോക്കാൻ സമ്മതിക്കില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ജാക്കറ്റ് ഉള്ള പോലത്തെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതായത് ഉള്ളിലിങ്ങനെ ബോഡിക്കോൺ വല്ല വന്നിട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഉള്ള ടൈപ്പ് ഉണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര ചേർന്ന് കിടക്കുന്ന ടൈപ്പാണ്. എനിക്ക് കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഡ്രസ്സ് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. കാരണം തണുപ്പല്ലേ, അന്നേരത്തേക്ക് നമുക്ക് ഇവിടെ ഇതൊക്കെ കോട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ ജെം സ്യൂട്ട് പോലത്തെയാണ്, ബെൽറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് നമ്മൾ അതിൻ്റെ മുകളിൽ ഓവർകോട്ട് ഇടണോണ്ട് ഞാൻ മേടിച്ചില്ല. ഇതിന് 13 റിയാലേ ഉള്ളൂ ഗൈസ്. എൻ്റെ പൊന്നെ അടിപൊളി സാധനം കേട്ടോ. പക്ഷേ നമ്മളത് എടുത്തില്ലല്ലോ. വല്ല ആങ്കറിങ് ചെയ്യുന്ന ഓരോ സിനിമക്കാരൊക്കെ വരാണെങ്കിൽ അവർ ഇന്ന ഡ്രസ്സൊക്കെ ഇടുമായിരിക്കും. ഇതൊക്കെ ഇടണ കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മേടിച്ചു. ഇതിന് 13 റിയാലുള്ളൂ. ഇതിൻ്റെ 2-3 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അതേപോലത്തെ മോഡൽ കുറേ ഡ്രസ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. 13 റിയാലേ അതിനുള്ളൂ. ഈ കിടക്കുന്നതൊക്കെ അതുപോലത്തെ ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആണ്. ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ട് നമ്മൾ ഇടത്തില്ലേ, ഇതിനൊക്കെ 13 റിയാലുള്ളൂ കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അധികം കുറേ കളക്ഷൻസ് ഇല്ല, ഉള്ളത് ചീപ്പ് റേറ്റിലാണ് കിടക്കുന്നത്. നല്ലതുമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒത്തിരി അതിൻ്റെ ഇടയിലേക്ക് തപ്പിയില്ല കേട്ടോ. കാരണം നമ്മൾ വിൻ്റർ ഡ്രസ്സ് അന്വേഷിച്ചാണല്ലോ വന്നേക്കണേ. ഏട്ടനാണെങ്കിൽ തലവേദന എടുക്കണം കൊണ്ടിരിക്കുക. ഞാനിത് മിന്നുവിനെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ് ഗൈസ്. ഇത് രുദ്രക്ക് പാകാവും. നല്ല ഭംഗിയുള്ളൊരു വെള്ള ഡ്രസ്സ്. പിന്നെ കുട്ടികളുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ കുറേ ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട്. പിന്നെ കാശിക്കൂടി ഞാൻ ഡ്രസ്സ് നോക്കി, ഞാൻ എടുക്കുന്ന ഡ്രസ്സൊന്നും ചെറുക്കിന് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഇടും കേട്ടോ. 13 റിയാലിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ആ കിടക്കുന്നതൊക്കെ. കണ്ടോ, ഇതൊക്കെ 13 റിയാലുള്ളൂ. 13 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 10, 200, 250 ആ ഒരു റേറ്റിനകത്ത് വരത്തുള്ളൂ കേട്ടോ. 1 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ 22 രൂപയാണ്. അപ്പോൾ അതായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ 13 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി. 200 സംതിങ് രൂപയേ വരുന്നുള്ളൂ കേട്ടോ. കൂടുതലും 23 റിയാൽ 13 റിയാലിൻ്റെ സാധനങ്ങളാണ് മുഴുവനും കിടക്കുന്നത് കേട്ടോ. അതായത് 500 രൂപയുടെ താഴെയുള്ള ഡ്രസ്സുകളാണ് കൂടുതലും കിടക്കുന്നത് കേട്ടോ. എല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും അങ്ങനെ തന്നെയാണ്. കുറച്ച് ഡ്രസ്സിന് മാത്രമേ 45 റിയാൽ ഒക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ലേഡീസിൻ്റെ കുറേ സാധനങ്ങൾ ഡ്രസ്സിന്. പിന്നെ ഇത് ജെൻസിൻ്റെ സെക്ഷനാണ്. ഞാൻ ഏട്ടൻ്റെ ബാഗാവുന്ന ഓർത്ത് എടുത്ത് കാണിച്ചു കൊടുത്താണ്. പക്ഷേ എങ്കിൽ അത് കുട്ടികളുടെ ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അതിന് 23 റിയാലാണ്ട് കൊടുത്തത്. എല്ലാത്തിൻ്റെയും മുകളിൽ എത്ര രൂപയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരത്തില്ല. പിന്നെ ചില സ്ഥലത്ത് മാത്രം തൂക്കിയിട്ടേണ സ്ഥലത്തിൻ്റെ റേറ്റ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ആ ഡ്രസ്സിമ്മ കൊടുത്തേണ പ്രിൻ്റ് മോളാണ് കേട്ടോ. പിന്നെ ഇവിടെ മസ്കാര, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. ചെറുക്കാനുള്ളതുകൊണ്ട് എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു കളിപ്പാട്ട കട ആ കണ്ണുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ കളിപ്പാട്ട കട ഉണ്ടാവും, മേക്കപ്പ് കട ഉണ്ടാവും, പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഉണ്ടാവും, ആണുങ്ങളുടെ ഡ്രസ്സ് ഉണ്ടാവും, കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാവും, അൽക്കോലത്തെ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് പെണ്ണെങ്കിൽ ഈ പിള്ളേർ കളിപ്പാട്ട സ്ഥലത്തേക്ക് പോകും, പെണ്ണുങ്ങളൊന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിലേക്ക് പോകും, ആണുങ്ങളൊന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ ഡ്രസ്സിലേക്ക് അടുത്തേക്ക് പോകും. അമ്മാതിരി അവസ്ഥയായിരിക്കും. പിന്നെ ഏട്ടൻ അങ്ങനെ പർച്ചേസ് ചെയ്യണ ഷോപ്പിംഗ് ഭ്രാന്തുള്ള എല്ലാത്തതുകൊണ്ട് ഏട്ടൻ ഞങ്ങളുടെ കൂടെ നടക്കും. ഏട്ടനാണ് ഈ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ട് ഏട്ടൻ ഫോൺ വിളിച്ച് അങ്ങനെ നടക്കുകയാണ്. കാശിയാണെങ്കിൽ കളിപ്പാട്ടം കണ്ടോടുകൂടി കളിപ്പാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നെ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഹോം ഡെക്കോർ സാധനങ്ങൾ കണ്ടിട്ട് അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ 23 റിയാൽ കേട്ടോ. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കവറിന് തന്നെ 10-20 റിയാൽ വെച്ച് കൊടുക്കണം. ഇവിടെ ഈ കുഷനെ പാട് 23 റിയാലുള്ളൂ. പക്ഷേ വലിയ കുഷനല്ല, ഇച്ചിരി ചെറിയതാണ്. അപ്പോൾ അത് പൊതുവെന്ന് ഇച്ചിരി കട്ടി ഇല്ലാത്ത കുഷനുണ്ട്. അത് വീർത്തിരിക്കുന്ന കുഷനല്ല കേട്ടായിരിക്കുന്നത്. പക്ഷേ 23 റിയാലേ ഉള്ളൂ കേട്ടോ. പിന്നെ കാച്ചുകൊണ്ട് ഈ പെട്ടി കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെറുതെ ആയിപ്പോയി ഗൈസ്. മേടിച്ചത് കണ്ടപ്പോൾ കാണുമ്പോൾ ഇതുമ്പോൾ കാണാൻ നല്ല വലിപ്പമുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെറുക്കനെ ഇത് തന്നെ മേടിച്ചിട്ടോ. ഈ യെല്ലോ വേറെ പല സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഈ യെല്ലോ കളറുള്ള സാധനം തന്നെ ഒരെണ്ണം എടുത്തിട്ട് പോന്നു. അവിടെ അവന് കളിക്കാൻ പറ്റിയ വേറെ നല്ല ഉപകാരമുള്ള വേറെ സാധനങ്ങളുണ്ടായി. ഈ വലിയ കവറും ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവൻ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടോ. അച്ഛനങ്ങനെ വേറെ ചെസ്സോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവനത് വേണ്ട, ചെസ്സ് കളിക്കാൻ 2 പേര് വേണ്ടേ, കാശ് ഒറ്റ ഇങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തർക്കിക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ ചെസ്സ് വേണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം തന്നെ മേടിച്ച് വീട്ടിൽ വന്ന് ഇതിൻ്റെ അലകും പിടിയൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ അവന് സമാധാനം. പിന്നെ ഇതിനകത്ത് ആകെ ഉപകാരമുള്ളത് ആ ഒരു ഗിറ്റാർ ഉള്ളതാണ് മേടിച്ചത്. അതുകൊണ്ട് ഗിറ്റാർ കൊണ്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗിറ്റാർ കൊണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിയുമ്പോൾ അടുത്തെടുക്കുമ്പോൾ ഞാൻ പറയും എന്നാൽ ആദ്യം എടുത്തത് തിരിച്ചു വെക്കും. അങ്ങനെ പറയുമ്പോൾ അവൻ ഒരെണ്ണം മാത്രം കയ്യിലാക്കി. ലാസ്റ്റ് ആ ഒരു വലിയ കളിപ്പാട്ടം മാത്രം കയ്യിലാക്കി കൊണ്ടുവന്നിട്ടോ. പിന്നെ ഞാൻ വെറുതെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോയി നോക്കി. കളിപ്പാട്ടം കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ കാണുമ്പോൾ ചുമ്മാ കാണാനൊരു കൗതുകം. പക്ഷെ ഇവനെ കൊണ്ട് പോകുന്നത് റിസ്ക്കാണ്.
എന്നാലും ഞാനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുള്ളൂ, വേറെ ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് എടുത്തത് തിരിച്ചു വെക്കും എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തേക്കണുണ്ട്. അവൻ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ അവൻ്റെ മൈൻഡിൽ സെറ്റാക്കിയ സാധനം മാത്രം എടുത്തേട്ടോ. ഞാൻ അങ്ങനെ കളിക്കാൻ ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. തൊട്ടടുത്ത് ഡുണ്ടു ഉണ്ട്, അപ്പം ഡുണ്ടുവിൻ്റെ കൂട്ടത്തിൽ കളിക്കാം. പക്ഷേങ്കിൽ അവൻ അതൊന്നും വേണ്ട, ആ മഞ്ഞ മാത്രം മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ ജിയോ മച്ചാൻ്റെയിലുള്ള സ്രാവല്ലേ എന്നൊക്കെ വന്ന് പറയണ്ടായിരുന്നു. പിന്നെ അതൊന്നും എടുത്തില്ല കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറയും, എന്നാൽ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ എടുക്കൂല കേട്ടോ. ഇത് മറ്റേ എന്താ ബാർബി ഡോളിനെ മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് കിറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അതിനകത്ത് നെയിലുണ്ട്, മേക്കപ്പ് സാധനങ്ങളുണ്ട്, കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുത്ത് കണ്ടപ്പോൾ ഞാൻ വെച്ച് കളിക്കണ എന്തോ സാധനം, മുത്ത് കളിക്കണതല്ല, മാല ഓർക്കണ എന്തോ സാധനം കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാനുണ്ട്. പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ ബാർബീൻ്റെ കുറേ വീടുകൾ, അങ്ങനത്തെ കുറേ ആൽക്കോൾ സാധനങ്ങൾ, സ്ലേറ്റ് പെൻസിൽ, അങ്ങനത്തെ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ നല്ലതായിരുന്നു, കാച്ചിക്കൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ വന്നിട്ട് വാങ്ങിക്കാം ഗൈസ്. ഇതുപോലത്തെ എന്നിട്ട് അയൺമാനോ എന്തെന്ന് എൻ്റെ പേര് പോലീസ് എഴുതിയിട്ടുണ്ടല്ലോ, പൊള്ളായിട്ട് എഴുതിയാണ്, പോലീസ് എന്നാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ട്രാൻസ്ഫോർമേഷനിൽ അങ്ങണ്ട് ആരാണ്ടുമാണ് ഗൈസ്, ഞാൻ പടം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇതാണ് കാച്ചിക്കുട്ടൻ അങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല ഗൈസ്. അതിൻ്റെ പണിക്കുറ്റം വീട്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാച്ചിക്കുട്ടിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട്, പുറത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഷൂസും ഒരു ബൂട്ടും ഒരു ചെരുപ്പും വാങ്ങിട്ടോ. അവൻ ആദ്യം എടുത്തത് ഈ ഒരു കളറായിരുന്നു. പിന്നെ നമ്മൾ മാറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരു ആഷ് കളറിലൊരു ബൂട്ട് എടുത്തിട്ട് പോകുന്നത്. ഇത് കുട്ടികളുടെ മാത്രം ബൂട്ടിൻ്റെ കളക്ഷനാണ് ഗൈസ്. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ വലിയ ആശ്ചര്യമില്ല, കാരണം കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളി ഞാൻ എല്ലായിടത്തും നിന്ന് നോക്കിയിട്ടുള്ളതാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക കടകളും ഇതുപോലെ തന്നെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് അധികം കൗതുകം തോന്നിയില്ല കേട്ടോ ഇത്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷേ എങ്കിൽ എല്ലാം വേറെ കളക്ഷൻസ് ആണ് കേട്ടോ. അതായത് ഒരുപോലത്തെ ഒരു ചെരുപ്പ് പോലും അവിടെ ഇല്ല, എല്ലാം വേറെ സൈസ് തന്നെ സൈസും പക്ഷേ ഒരുപോലത്തെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെടാം, അതിൻ്റെ വലിയ സൈസ് നോക്കി ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാം വേറെ സൈസും കളക്ഷനുമാണ് കേട്ടോ കിടക്കുന്നത്. ചിലതൊക്കെ 1-2 വലുതുണ്ടാവും, ചിലപ്പോൾ ഒരേപോലത്തെ തന്നെ ആയിരിക്കും 2 ഒരേ സൈസിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നോക്കണ ഏട്ടൻ പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ ഇതെടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഏട്ടന് മടുത്തിട്ടാണ് ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അവിടെ വെച്ചിട്ട് പിന്നെ ബില്ലടിക്കാൻ തന്നു. ബില്ലടിക്കുന്ന സെക്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ മാലയും വളയും നെയിലും ഒട്ടിക്കുന്ന നെയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ക്ലിപ്പുകൾ, തലയിൽ കുത്തുന്ന ക്ലിപ്പ്, കമ്മലുകൾ, കുഞ്ഞ് സ്റ്റഡുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാച്ചിക്കൊണ്ടത് ഇതുപോലെ വലിയൊരു വിൻ്റർ ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കാച്ചിക്കൂട്ടിൻ്റെ ഈ ഒരു ബൂട്ടാണ് മേടിച്ചത്. കാച്ചിക്കൊണ്ട് ഈ ഒരു ചെരുപ്പ് മേടിച്ചു. പിന്നെ ഞാൻ സോക്സ് മേടിച്ചിട്ട് വീടിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എനിക്ക് ഏട്ടനെടുത്ത് വന്ന ഡ്രസ്സ് കേട്ടോ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. ഫുള്ളുണ്ട്, തണുക്കില്ല, തണുപ്പെന്നൊക്കെ പറയാനില്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനത്തെ ഇട്ടുണ്ടെന്നാൽ തണുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ ആക്കി ബില്ലടിച്ചിട്ടുണ്ട്. അവൻ്റെ കളിപ്പാട്ടം എടുത്തിട്ടാണ് അവനാ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ഷോപ്പിംഗ് വീഡിയോ, നല്ല അടിപൊളി ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഈ സാധനം ഒന്നിനും കൊള്ളില്ല ഗൈസ്. ഇതിൻ്റെ പണിക്കുറ്റം കഴിഞ്ഞ് ഗിറ്റാർ വീട്ടിലിരിപ്പുണ്ട്. മറ്റേ ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ കുണ്ടൻവണ്ടി അവിടെ കണ്ടും തവിടുപൊടിയായിട്ട് 4 കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് പോകണമെന്ന വീഡിയോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മളങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ റിയാദിലുള്ള കൂട്ടുകാർ, ബദിയയിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നമ്മുടെ സ്ഥലം ബദിയയിലാണ്, റിയാദിലെ ബദിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ. കണ്ണാണല്ലേ